ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. വാക്കാൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് തന്നെ ഉറപ്പിക്കണം. ഇന്നതിന് പറ്റിയില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിലെങ്കിലും അത് ചെയ്തിരിക്കണം. അങ്ങളെ, ഞങ്ങൾ ഉദ്ദേശിച്ച പണം റെഡിയാവണമെങ്കിലേ ഓണം കഴിയണം. ഈ ടോക്കൺ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ എത്ര വേണ്ടി വരും അങ്കിൾ? ടോക്കൺ ആണെങ്കിലും ഒരു 1,00,000 രൂപയെങ്കിലും കൊടുക്കണം. എഗ്രിമെന്റ് എഴുതിയാ പിന്നെ അയാൾക്ക് സ്ഥാപനം നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, പുള്ളിക്കാരൻ അങ്ങനെ വാക്ക് മാറുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കിൾ. പിന്നെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം പെട്ടെന്ന് വേറെ ആരും വന്ന് എടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അതങ്ങനെ കൈവിട്ട് പോകാൻ സാധ്യതയില്ല. എങ്കിൽ പിന്നെ ഓണം കഴിഞ്ഞ ഉടനെ അങ്ങ് ചെയ്തോ. അല്ല, നിങ്ങൾക്ക് എവിടുന്ന ഇത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഞാൻ ചോദിച്ചതേ. ഈ ഓണം കഴിഞ്ഞ് ഇത്രയും തുക തരുന്ന ആൾക്ക് അതിൽ നിന്ന് 1,00,000 രൂപ നേരത്തെ തരാൻ പറ്റില്ലേ? അല്ല മോളെ, നമ്മുടെ കല്യാശ്ശേരി തറവാട്ടിൽ നിന്നാണോ ഫണ്ട് വരാൻ പോകുന്നത്? അയ്യോ അല്ലങ്കിൾ, അവരൊക്കെ സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോയില്ലേ? ആണോ? അങ്ങള് കാശാരും തരുന്നതല്ല. കുറച്ചധികം പണം ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. അതെ അങ്കിൾ, ദയവായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുതന്നൊരു നിധിയാ. ആ നിധി പണമാക്കി മാറ്റാൻ അങ്കിൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അല്ല, എന്താ നിങ്ങളീ പറയുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നല്ലോ. ദൈവം നിങ്ങൾക്ക് നിധി തന്നു. എന്ത് നിധി? ഈ സ്വർണം അങ്കിൾ, 1 കിലോ തൂക്കം വരുന്ന സ്വർണം. സാർ, വണ്ടി കള്ളക്കടത്തിന് വേണ്ടി പ്രൈവറ്റ് ആയിട്ട് വിളിച്ചതൊന്നും അല്ലല്ലോ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുത്തിയതല്ലേ? അതിൻ്റെയൊക്കെ തെളിവുകൾ ഓൺലൈൻ ആപ്പിൽ കാണുമല്ലോ. അതെ. രഘുവിന് ഇതിലെന്തെങ്കിലും പങ്കുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രഥമ ദൃഷ്ട്യാ രഘുവിന് പങ്കൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല. അന്ന് നിന്റെ വണ്ടിയിലൊക്കെ എടുത്തിയ ഗോൾഡിൽ 1 കിലോ ഗോൾഡ് മിസ്സിംഗ് ആണെന്നൊരു ന്യൂസ് ഞാനും കേട്ടു. അല്ല, അതിന്റെ പിന്നിൽ നീയാണോ രഘു? അല്ലെങ്കിൽ ഒരിക്കലും അല്ല. പക്ഷേ സ്വർണം അത് തന്നെ. എന്ന് വെച്ചാ? ആ സ്വർണം എന്റെ കയ്യിൽ അങ്കിൾ കിട്ടിയത്. ഞങ്ങളത് സ്വർണ്ണക്കടത്തുകാർക്ക് തിരിച്ചു നൽകി തടിയൂരാനാ ആദ്യം ശ്രമിച്ചത്. അത് നടക്കാതെ വന്നപ്പോ അച്ഛന്റെ നിർബന്ധപ്രകാരം പോലീസിലെ തന്നെ ഏൽപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. പക്ഷേ അപ്പോ രഘുവിന് ഇതിനെക്കുറിച്ച് അറിവോ പങ്കോ ഇല്ലെന്നാണ് നീ ഇപ്പോഴും പറയുന്നത്, അല്ലേ? അതെ സാർ, രഘുവിന് ഇതിലൊരു പങ്കുമില്ല. അയാളൊരു പാവമാണ് സാർ. മനഃപൂർവ്വം ഉപദ്രവിക്കരുത്. സത്യം പറഞ്ഞാ ആ സ്വർണം തിരിച്ചു കൊടുത്താൽ ഞങ്ങൾ പ്രതികളാവുന്നുള്ള അവസ്ഥ വന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോ ആ സ്വർണം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കാര്യം ഇപ്പൊ ഞങ്ങൾക്കും അങ്കിളിനും മാത്രമേ അറിയൂ. ഞങ്ങൾ ചെയ്തത് തെറ്റാണോ അങ്കിൾ? ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തു. അച്ഛന് കൊടുത്ത വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആ സ്വർണം പോലീസിൽ ഏൽപ്പിക്കണമായിരുന്നു അങ്കിൾ. ഹേയ്, അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് മാറിയത്. മനുഷ്യരായ കുറച്ചൊരു സത്യസന്ധതയൊക്കെ വേണം.
അത് അവനവന് തന്നെ ആപത്താണെന്ന് തോന്നിയ ചില സത്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കണ്ണടക്കേണ്ടി വരും. അണ്ണന്റെ ആദർശവും സത്യസന്ധതയൊക്കെ മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ സ്വർണ്ണക്കടത്തുകാരോട് അങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇക്കാര്യത്തിൽ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെ പൂർണ്ണമായിട്ടും ശരി. മതിയെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴാ ശരിക്കും സമാധാനമായത്. അങ്കിൾ ഞങ്ങളോട് നിൽക്കില്ലേ? നിൽക്കണം അങ്കിൾ. ഞങ്ങൾ ആ സ്വർണം കൈകാര്യം ചെയ്ത അത് അപകടമായിരിക്കും. ഞങ്ങൾക്കത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വേറെ ആരുമില്ല. കേരളത്തിലെ ജ്വല്ലറീസ് വഴി ആ ഗോൾഡ് സെയിൽ ചെയ്യാൻ നോക്കുന്നത് റിസ്ക് ആണ്. നമുക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള മാർവാടീസ് ഉണ്ട്, ആ വഴി നോക്കാം. എന്താ? മതിയെങ്കിൽ അതെല്ലാം ഞങ്ങൾ അങ്കിളിന് വിട്ടു തന്നിരിക്കുന്നു. ആ ഗോൾഡ് നാളെ തന്നെ ഞങ്ങളിവിടെ എത്തിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെവി അറിയാതെ ഞാൻ ഇന്ന് തന്നെ കാര്യങ്ങൾ നീക്കി തുടങ്ങും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അങ്കിൾ, ഇപ്പോഴാ ഞങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടത് അല്ല രഘുവേട്ടാ? അതെ അങ്കിൾ. അങ്കിൾ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം ശരിക്കും രക്ഷപ്പെടും, അതുറപ്പാ. ശരി മോളെ, നീ വിഷമിക്കണ്ട, എല്ലാം ഓക്കെ ആവും. നീ ധൈര്യമായിട്ടിരുന്നോ. ഓ അയ്യോ, എന്തിനാ മക്കള് കരയുന്നേ? മക്കളുടെ കളിപ്പാട്ടം ചേച്ചി എടുത്തോ. വാ ലച്ചു, അതൊന്നു കൊടുക്കോ. ലച്ചുന്റെ അനിയത്തിമാരല്ലേ. വാ വാ വാ. ആർച്ചയും ഭദ്രയും കരയുന്ന കണ്ടില്ലേ? ആ ദാ തന്നു. ദാ പിടിച്ചോ, ദാ നിങ്ങളുടെ കളിപ്പാട്ടം. ലച്ചു മോക്കിത് വേണ്ട. ലച്ചു മോളുടെ മുറിയിൽ ഇഷ്ടംപോലെ കളിപ്പാട്ടുണ്ടല്ലോ, അല്ലേ ലച്ചു? അയ്യോ മോളെ, അതെടുത്ത് വെച്ച് കളിച്ചോ. ആർച്ചയ്ക്കും ഭദ്രയ്ക്കും അത് കൊടുക്കേ വേണ്ട. ഓ ഓ ഓ ഓ മോള് ചെല്ല്, അതെടുത്ത് വെച്ച് കളിച്ചോട്ടോ. ആ എന്തിനായി കരയുന്നേ? ഷോ, എന്തിനാ വേണ്ടി കരയുന്നേ? ദാ 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 ഇതെടുത്ത് വെച്ച് കളിച്ചോ. അയ്യോ മോളെ, താഴെ പോയോ മോളുടെ പാവ? നല്ല ഭാരം ഉണ്ടല്ലോ, എന്താണാവോ ഇതില്? ദൈവമേ, ഇത് സ്വർണ്ണക്കട്ടി പോലെ ഉണ്ടല്ലോ. ചീരു മോളെ, ചീരു ഒന്നിങ്ങ് വന്നേ.